ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ തീരമേഖലകളിൽ അടിയുകയാണ്. തിരുവനന്തപുരം വലിയതുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും തീരത്തടിഞ്ഞ നിലയിലാണ്. വലിയ ആശങ്കയിലാണ് തീരദേശവാസികൾ ഉള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ തീരത്തടിയുന്ന വസ്തുക്കളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഓരോ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായി ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ ആശങ്ക കൂടും. എന്താണ് വലിയതുറയിലെ സാഹചര്യം? എത്രത്തോളം സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്? ശ്രീജ, വലിയതുറയിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ്, 6 മണിക്ക് ശേഷമാണ് ഒരു കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം അതിനുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന് സമാനമായ തരത്തിലുള്ള ചില വസ്തുക്കളും തീരത്തടിഞ്ഞ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമാതുറയിലാണ്. പെരുമാതുറയിൽ ഇതാണ് കാഴ്ച. അതായത് ഇവിടുത്തെ ഈ ഒരു പ്രദേശം മുഴുവൻ ഈ മണൽത്തരികൾ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ തരത്തിൽ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞിരിക്കുകയായിരുന്നു. ഈ കരഭാഗം മുഴുവൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ തീരം മുഴുവൻ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയോടെ ഈ വലിയ തിരകൾ അടിച്ച് ഈ മണ്ണിൽ അലിഞ്ഞിരുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ തരികൾ ഒലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അത് അതിശക്തമായ തിരയിൽ ഒഴുകിപ്പോയി എന്നാണ് പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്ന. അതിന്റെ ബാക്കി ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഇവിടെ കല്ലുകൾക്കിടയിലും വലിയ കരിങ്കല്ലുകൾക്കിടയിലും മറ്റും ഈ അവശിഷ്ടങ്ങളുണ്ട്. നമ്മളത് കൈകൊണ്ട് എടുക്കുന്നില്ല. ചെറിയ പ്ലാസ്റ്റിക് തരികളാണ്. വലിയ തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന തരത്തിലാണ് ഈ തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിലേക്ക് ഈ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ വലിയതുറയിലും ചെറിയ തുറയിലും ശംഖുമുഖത്തും അതോടൊപ്പം തന്നെ പെരുമാതുറയിലും നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് പെരുമാതുറയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ തീരത്തേക്ക്, കടലിന്റെ തീരത്ത് അടിയുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മണ്ണ് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഈ പ്രദേശങ്ങൾ ഇന്നലെ അടിഞ്ഞിരുന്നു. ഈ തരത്തിലായിരുന്നു ഈ താഴെഭാഗത്തേക്ക് മുഴുവൻ ഇത് അടിഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇന്ന് വലിയ തിരയടിച്ച് ഈ പ്ലാസ്റ്റിക് തരികൾ വീണ്ടും കടലിലേക്ക് പോയി. ഇനി അത് മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂട്ടമായി അങ്ങനെ അടിയുമെന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. എന്തായാലും ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായൊരു യോഗം ചേർന്നിരുന്നു. ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുമായിട്ടാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. അതിലെടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തീരത്ത് അടിയുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ അതീവ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ഏതാണ്ട് 100 മീറ്റർ എന്ന കണക്കിൽ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ച് ഓരോ 100 മീറ്ററിലെയും ഈ പ്ലാസ്റ്റിക് തരികൾ പൂർണ്ണമായി അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സന്നദ്ധ പ്രവർത്തകരെത്തി ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടായിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് അവരുടെ മത്സ്യസമ്പത്തിനെയൊക്കെ ബാധിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന ഒരു കൃത്യമായ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ അടിഞ്ഞിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അടിയന്തരമായി തന്നെ കടക്കുന്നത്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തീരത്തടിയുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പെരുമാതുറയിൽ ഇതാണ് കാഴ്ചയെങ്കിൽ ശംഖുമുഖത്തും അതോടൊപ്പം തന്നെ ചെറിയ തുറയിലും വലിയ തുറയിലും ഒക്കെ സമാനമായ തരത്തിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള നേർഡിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തരികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മാർഗരേഖയും അവരുടെ പക്കലില്ല. പ്രത്യേകിച്ച് സമുദ്ര സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മാലിന്യം വന്നാൽ എന്ത് ചെയ്യണം എന്നതിലൊരു കൃത്യമായ മാർഗരേഖ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നമുക്ക് മുൻപ് കൈകാര്യം ചെയ്ത അത്ര പരിചയമുള്ളതല്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരത്തുള്ളവർക്കുമൊക്കെ നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയ രീതിയിൽ നമ്മളെയൊക്കെ ബാധിക്കുന്നതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം.